ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 52 ഒരു കുഞ്ഞു റിവ്യൂ ആണ്. ബിഗ് ബോസിലൊക്കെ പറയുന്നത് പോലെ ആരോഗ്യപരമായിട്ടുള്ള കാരണങ്ങളാൽ ജെയ്ബിക്ക് ഇന്ന് ബിഗ് ബോസ് ഹൗസിനകത്തേക്ക് അധികം പോകാനായിട്ട് പറ്റിയില്ല. തലവേദനയായിരുന്നു. എന്നാലും ലൈവിൻ്റെ അവിടെ ഇവിടെ ഒക്കെ ഞാൻ കണ്ട സമയത്ത് എനിക്ക് തോന്നിയൊരു സംഗതിയുണ്ട്. ഇന്നത്തെ ലൈവ് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. കുറേയധികം ആക്ടിവിറ്റികൾ ഉണ്ടായിരുന്നു, കാര്യമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതേപോലെ ഇന്ന് ഇതധികം കാണാതിരുന്ന സമയത്ത് എൻ്റെ മൈൻഡിലേക്ക് വന്നൊരു സംഗതിയുണ്ട്. എന്താണ് സീസൺ 6ൻ്റെ പ്രശ്നം? എൻ്റെ ഒരു ഊഹത്തിൽ ഞാൻ പറയുകയാണ്, നിങ്ങൾ പറയാൻ ആഗ്രഹമുണ്ട്. ഊഹത്തിൽ ഈ ഗ്രൂപ്പ് ആണ് ഏറ്റവും വലിയ പ്രശ്നം. ടണൽ, നെസ്റ്റ്, ഡെന്ന് എന്നൊക്കെ പറഞ്ഞ് ഗ്രൂപ്പ് അങ്ങ് തിരിച്ചു. ഈ ഗ്രൂപ്പൊക്കെ സ്വയം ഫോമായി വരേണ്ടതാണ്. മൊത്തം ഇൻഡിവിജ്വൽ ഗെയിം എന്ന് ആദ്യം മുതൽ തന്നെ പറയുക. അത് ഇതിൻ്റെ ഫോർമാറ്റാണ് എന്നുള്ളത് കഴിഞ്ഞ തവണയൊക്കെ പറയുന്ന പോലെ തന്നെ പറയുക. ഇൻഡിവിജ്വൽ ഗെയിമിനെ പ്രോത്സാഹിപ്പിക്കുക. സ്വാഭാവികമായിട്ട് ഗ്രൂപ്പ് ഉണ്ടായിക്കോളും. അപ്പോൾ ആ ഒരു ഗ്രൂപ്പിലാണ് രസമുള്ള സംഗതികൾ ഇരിക്കുന്നത്. ഇതിപ്പം ഇങ്ങനെ ഒരു സ്കൂളിലെ പിള്ളേരെ ഹൗസ് തിരിച്ച് മറ്റേ കളറൊക്കെ കൊടുത്ത് കളിപ്പിക്കുന്നത് പോലെ ഇങ്ങനെ തിരിച്ചു വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ തിരിച്ചു വെക്കുന്ന സമയത്ത് ഉണ്ടാവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ഗെയിം സ്പിരിറ്റോ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരബുദ്ധിയോ ഒന്നും വലിയ കാര്യമായിട്ട് ഇല്ല. ഇപ്പം ചിലതൊക്കെ ഉണ്ട്. ഇപ്പം മറ്റേ സിജോ പുറത്തേക്ക് പോയതുകൊണ്ട് പുറത്തേക്ക് പോകാൻ സാഹചര്യം ഉണ്ടാക്കിയ ആളുകളോട് ഒരു ദേഷ്യമുണ്ട്. അത് പുറത്തുനിന്ന് കണ്ടതുകൊണ്ട് പുള്ളിക്ക് അതുണ്ട്. ബാക്കിയുള്ള ആളുകൾക്ക് അങ്ങനെ പെർമനൻ്റ് ആയിട്ട് ഇന്നയാൾ എൻ്റെ കോമ്പറ്റീറ്റർ ആണ് എന്നുള്ള ഒരു തോന്നലൊന്നുമില്ല. വളരെ നൈസായിട്ട് പോവുകയാണ്. അതേപോലെ ഒരു ഗെയിം അങ്ങനെ ആർക്കെങ്കിലും എതിരെ ഇങ്ങനെ സ്റ്റാർട്ടായി വരുന്ന സമയത്ത് ടീം അങ്ങോട്ട് ഷഫിൾ ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? അവിടെ ചെന്ന് കൂട്ടൊക്കെ കൂടി കഴിയുമ്പോഴത്തേന് ആ ഒരു ഗെയിം സ്പിരിറ്റൊക്കെ അങ്ങ് നശിച്ചു പോകും. ഇവിടെ ഇപ്പോൾ ജിൻഡോ, അതേപോലെ തന്നെ ജാസ്മിൻ, അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് പിന്നെയും കുറച്ച് ഒരു ഇൻഡിവിജ്വൽ ഗെയിമിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ജാസ്മിനെ പിന്നെ കൂട്ടണ്ട എന്ന് ഞാൻ പറഞ്ഞത് ജാസ്മിൻ മോശം ഗെയിമറാണ് എന്നുള്ളതുകൊണ്ടല്ല. ജാസ്മിനും ഈ ഗ്രൂപ്പ് തിരിച്ചതുകൊണ്ട് ഗെയിം ഇടയ്ക്കിടയ്ക്കൊക്കെ ഡൗൺ ആവുന്ന ഒരു വ്യക്തിയാണ്. ജിൻഡോ ഒരു ഇൻഡിവിജ്വൽ ഗെയിമറാണ്. പക്ഷെ ജിൻഡോ അപ്രോച്ച് ചെയ്യുന്നത് പോലെ ഈ തവണ ഈ ഒരു ഗെയിമിനെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ കളി നടക്കത്തുമില്ല, പ്രോപ്പറായിട്ട് നടക്കത്തുമില്ല. അത് ടീമിന് വിരുദ്ധമാണ്. അപ്പോൾ ഇങ്ങനെ ടീം തിരിച്ചാണ് പ്രശ്നം. അല്ല എന്നുണ്ടെങ്കിൽ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. ഈ ഗെയിം വരുന്ന സമയത്ത് ആരൊക്കെ ടീമാവും, എങ്ങനെ ടീം അപ്പ് ചെയ്യും എന്നറിയാൻ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ ഒരു ആകാംക്ഷയില്ല. മറ്റേ കളർ കോഡൊക്കെ തിരിച്ച് മൊത്തത്തിൽ എന്തോ ഒരു പാളിച്ചുണ്ട്. പിന്നെ വേറൊരു സംഭവമുണ്ട്. പവർ ടീമിനെ ആദ്യം തന്നെ അങ്ങോട്ട് സെലക്ട് ചെയ്യുന്നു. ശരിക്കും പവർ ടീമിൻ്റെ കോൺസെപ്റ്റ് ഈ ഫോർമാറ്റിൽ മുന്നേയൊക്കെ നമ്മൾ കണ്ടത് എങ്ങനെയാണ്? ഒരു പവർ ടീം എപ്പോഴും ഉണ്ട്. ഒരു പവർ ടീം തന്നെ ഉണ്ടായി വരുന്നുണ്ട്. ഒരു സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റൻറ്റിൻ്റെ കൂടെ ഉള്ള കുറേയധികം ആളുകൾ, അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള കുറച്ച് കണ്ടസ്റ്റൻസ്, അല്ലെങ്കിൽ ഒരേ മൈൻഡുള്ള ഒരു കൂട്ടം ആളുകൾ, അവർ നിയന്ത്രിക്കുന്ന ഒരു ഹൗസ്. കഴിഞ്ഞ സീസണിലൊക്കെ ഞാനത് കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മുന്നേയും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അത് ശരിക്കും ഒരു പവർ ടീം പോലെയാണ് വർക്ക് ചെയ്യുന്നത്. അത് തന്നെ ഉണ്ടായി വരുന്നതിൻ്റെ ഒരു ഭംഗിയുണ്ട്. അതിനെതിരെ ബാക്കിയുള്ള ആളുകൾ ഇങ്ങനെ സംഘടിച്ച്, ഇപ്പം ജാസ്മിനെയും ഗബ്രിയെ മാത്രമാണല്ലോ ടാർഗറ്റ് ചെയ്യുന്നത്, പക്ഷെ അതിനെതിരെ സംഘടിച്ച് ഗെയിം കളിക്കുന്ന ചില സംഭവങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം മിസ്സിംഗ് ആണ്. അതുകൊണ്ടാണ് ചില ദിവസങ്ങളിൽ ബോറടിക്കുന്നത് എന്ന് എനിക്ക് പേഴ്സണലി തോന്നുകയാണ്. അതേപോലെ ഗെയിംസ് കൊടുക്കുന്ന സമയത്ത് എല്ലാം ടീം ഗെയിമുകളാണ്. അത് കുറച്ചൊക്കെ ഇൻഡിവിജ്വൽ ആവുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് രസമൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന കുറേയധികം കാര്യങ്ങളെ ഇവർ സിസ്റ്റമാറ്റിക് ആക്കി കളഞ്ഞു. അപ്പോഴത്തേന് അതിൻ്റെ ആ ഒരു തനിമ അങ്ങോട്ട് പോയി. അതാണ് എനിക്ക് ഇന്ന് തോന്നിയത്. ഇനി എപ്പിസോഡ് റിവ്യൂയിലേക്ക് പ്രോപ്പറായി പോയി കഴിഞ്ഞാൽ ഇനിയും വരാത്ത തുമ്പിയെ കുറിച്ചിട്ടുള്ള ഉണർത്ത് പാട്ടായിരുന്നു. നമ്മൾ ഇനിയും വരാത്ത ഗെയിമിനെ കുറിച്ചിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരിക്കലും വരാത്ത ഒരു കിളി നോറയുടെ അടുത്ത് നിന്ന് രാവിലെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ പറന്ന് പോവുകയും ചെയ്തു. അമ്മാതിരി ഒരു മോർണിംഗ് ആക്ടിവിറ്റി ഉണ്ടായിരുന്നു. കണ്ടസ്റ്റൻസിന് ഫ്രണ്ടിലേക്ക് വന്ന് 3 ആളുകൾക്ക് ചെല്ലപ്പേരുകൾ കൊടുക്കാം. ചെല്ലപ്പേരെന്ന് പറഞ്ഞാൽ ഇരട്ടപ്പേര്. ഓരോ ആളുകളുടെ സ്വഭാവത്തിനൊക്കെ അനുസരിച്ചിട്ട് ഓരോ ഇരട്ട പേരുകൾ കൊടുക്കാം. നല്ല ഒത്തിരിയധികം പേരുകളൊക്കെ ഉണ്ടായിരുന്നു. ജിൻഡോയെ ഗേഡ് ജിൻഡോ എന്നൊക്കെ ജാസ്മിൻ വിളിക്കുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ ശാന്തൻ സായി എന്നൊക്കെ ആളുകൾ വിളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയുള്ള കുറേ പേരുകളുണ്ട്. മെയിനായിട്ട് എപ്പിസോഡിൽ കാണിച്ചത് ജിൻഡോ സിജോയെ തീപ്പെട്ടിക്കൊള്ളി എന്ന് വിളിക്കുന്നതാണ്. ഇപ്പോൾ ജിൻഡോ സിജോ അങ്ങോട്ടും ഇങ്ങോട്ടും ചില വാക്കുപോരൊക്കെ ഉണ്ട്. അതിനകത്ത് സിജോയ്ക്ക് കലിപ്പായത് സിജോ പുറത്തേക്ക് പോയ സമയത്ത് ജിൻഡോ വെല്ലുവിളിച്ചൊക്കെയാണ്. അതിലേക്ക് ഞാൻ വരാം. നോറ ശ്രീരേഖയെ ഓന്ത് ശ്രീരേഖ എന്ന് വിളിക്കുന്നുണ്ട്. സിജോ നോറയെ കുറിച്ചിട്ട് അങ്ങോട്ട് പറയുകയാണ്, അങ്ങ് പറഞ്ഞങ്ങോട്ട് തീർക്കുകയാണ്. സിജോ ഹോസ്പിറ്റലിലായിരുന്ന സമയത്ത് വേദനയോടെ ആ ഒരു അടി ഉണ്ടാവാൻ കാരണക്കാരിയായിട്ടുള്ള നോറയെ ഓർക്കാറുണ്ടായിരുന്നു പോലും. അതേപോലെ നോറയുടെ ഗെയിമിനെ കുറിച്ചിട്ട് പഠിക്കാറുണ്ടായിരുന്നു പോലും. നിങ്ങളത് കണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞ സിജോ ശരണ്യ, ഋഷി എന്നിവർ തമ്മിലുള്ള അടിക്ക് കാരണമായിട്ടുള്ള നോറയുടെ കുത്തിത്തിരിപ്പിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. അർജുൻ, ഋഷി തമ്മിലുള്ള അകൽച്ചയ്ക്ക് കാരണമായിട്ടുള്ള നോറയുടെ കുത്തിത്തിരിപ്പിനെ കുറിച്ച് പറയുകയാണ്. വെറും 2 വാക്കുകൾ കൊണ്ട് നോറ ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയതിനെ സിജോ അവിടെ പറഞ്ഞ സമയത്ത് എല്ലാ ആൾക്കാരും ഇവളിങ്ങനെയാണോ എന്നുള്ളൊരു ചിന്തയിലേക്ക് എത്തി. പിന്നെ നോറ എന്ന് പറഞ്ഞിട്ടാണ് മോർണിംഗ് ആക്ടിവിറ്റി മുന്നോട്ടേക്ക് പോയത്. നോറയ്ക്ക് വലിയ കൂസലൊന്നുമില്ല. അതിൽ സിജോ പറഞ്ഞൊരു കാര്യമുണ്ട്, എപ്പിസോഡിൽ ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഈ ക്യാമറ എപ്പോഴും കരയുന്നത് ഷൂട്ട് ചെയ്യും.
അത് നമുക്കറിയാമല്ലോ. കഴിഞ്ഞ ദിവസം പുറത്തുനിന്നുള്ള ചില ആളുകൾ ഹൗസിനകത്ത് ചില അൺഫെയർ പരിപാടികളെ കുറിച്ച് പറഞ്ഞ സമയത്ത് ഞാൻ കേട്ടതാണ്, സീരിയൽ ഓഡിയൻസിന് വേണ്ടി സീരിയൽ ഉണ്ടാക്കാൻ വേണ്ടിയാണ് അണിയറ പ്രവർത്തകർ ശ്രമിക്കുന്നത്. അതുകൊണ്ട് കരച്ചിലും പിടിച്ചിലും എപ്പോഴും ക്യാമറ അങ്ങോട്ട് ഷൂട്ട് ചെയ്യും. അപ്പോൾ നോറ കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്. കരഞ്ഞുകൊണ്ട് പറഞ്ഞാൽ ഉറപ്പായും റെക്കോർഡ് ചെയ്യും. അപ്പോൾ അത് നോറയുടെ ഗെയിമാണ്. ഇപ്പോൾ നോറയുടെ ഗെയിം അവിടെ എക്സ്പോസ്ഡ് ആയി. നോറയുടെ ഗെയിമിനെ കുറിച്ചിട്ട് മുന്നേ തന്നെ നമ്മൾ അനലൈസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പുതുമയൊന്നും തോന്നിയില്ല. നോറയെ ജാസ്മിൻ വിക്ടിം നോറ എന്നൊക്കെയാണ് ഇരട്ട പേര് വിളിക്കുന്നത്. സിജോ നോറയെ കരച്ചിൽ റാണി എന്നുള്ളതാണ് വിളിക്കുന്നത്. പക്ഷേ നോറ ഇന്ന് കരഞ്ഞില്ല. പിന്നീട് എപ്പോഴോ കണ്ട് കരഞ്ഞെന്ന് തോന്നുന്നു. ശ്രീരേഖ നോറയെ മൊയന്ത് നോറ എന്നുള്ളതാണ് വിളിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഒരു ട്രോമയെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. അതിനകത്ത് എനിക്ക് വലിയ സംഭവം തോന്നിയില്ല. അപ്സര പിന്നീട് മാപ്പ് പറയണമെന്നൊക്കെ പറഞ്ഞ് വരികയുണ്ടായി. അൻസിബയെ ഡാങ്കിനി എന്നുള്ളതാണ് ഗബ്രി വിളിക്കുന്നത്. 150 വയസ്സുള്ള ആളുടെ മൈൻഡ് സെറ്റാണ് അൻസിബയ്ക്ക്. അത്രയധികം പഴഞ്ചനാണ്. പഴഞ്ചനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒരു ടിപ്പിക്കൽ പെങ്കൊച്ച് എങ്ങനെയാണോ എന്നുള്ള ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ അതനുസരിച്ചിട്ട് അച്ചി വാർത്ത ഒരു സ്വഭാവമാണ് അൻസിബയ്ക്കെന്ന് എനിക്ക് തോന്നാറുണ്ട്. എന്താണോ നമ്മുടെ നാട്ടിലെ എന്നാ പറയുന്നത്, സോഷ്യൽ മീഡിയയിൽ ഉള്ള കമൻറ്റ് ബോക്സിൽ ആളുകൾ ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീ, അതാണ് അൻസിബ. അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുകൾ ഒത്തിരി അധികം ഉണ്ട് കേട്ടോ. സീസൺ 6 അങ്ങനെയുള്ള ഒരാളുടെ റെപ്രസെൻറ്റേറ്റീവാണ് അൻസിബ. എന്നാൽ കുത്തിത്തിരിപ്പൊക്കെ സൈഡിൽ കിടന്ന് നടക്കുകയും ചെയ്യും. അതൊന്നും കുഴപ്പമൊന്നുമില്ല. അതൊക്കെ അതിനകത്തുള്ളതാണ്. ശരണ്യ തീപ്പെട്ടിക്കൊള്ളി എന്നുള്ളതാണ് നോറയെ വിളിക്കുന്നത്. കുത്തിത്തിരിപ്പും ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇടയിൽ വിള്ളൽ ഉണ്ടാക്കുന്നതൊക്കെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. അർജുൻ നോറ എന്തോ ഒരു വേർഡ് പറയുന്നുണ്ട്, അതെന്തോ കേൾപ്പിക്കണില്ല. എന്തായിരുന്നു ആവും? നോറ ഇങ്ങനെ ഓർത്തെടുത്ത ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നതിനെ കുറിച്ചിട്ടാണ് അർജുൻ ഉദ്ദേശിക്കുന്നത്. മെമ്മറിയെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. റസ്മിൻ ഗബ്രിയെ കള്ളൻ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. ഗബ്രി ഇപ്പം പഴയ പോലെ ഒന്നുമല്ല. ഗബ്രി ഇപ്പോൾ അവിടുത്തെ ഒരു ചെറിയ ചിന്നദാത ആയിട്ടാണ് വരുന്നത്. എനിക്ക് ഗബ്രിയെ കാണുന്ന സമയത്ത് ആംഗ്രി ബേർഡിനെ പോലെ തോന്നും. പെട്ടെന്ന് അങ്ങോട്ട് പൊട്ടിത്തെറിക്കും. ഗബ്രിയൊക്കെ അത്ര ഷോ കാണിക്കുന്നതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വേറെ ഒത്ത ഗെയിമേഴ്സ് ഇല്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഗബ്രി അത്ര ഷോ കാണിക്കുന്നത്. വന്ന സമയത്ത് ഗബ്രി ഭയങ്കര ഡൗൺ ആയിട്ട് നിന്നാണ്. റോക്കിയൊക്കെ ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ, റോക്കിയൊക്കെ ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ എന്ന് പുള്ളിങ്ങാനും കേട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നാളെ തന്നെ പറയും, കണ്ടോ ഞാൻ അവിടെ ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ എന്നുള്ളത്. പുള്ളി പുറത്ത് പോയത് ന്യായമായിട്ടുള്ള കാരണം കൊണ്ടാണ്. പുള്ളി പുറത്തൊക്കെ കിടന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്. അതിനുശേഷം നോറ അവിടെ കിടന്നിട്ട് മെഴുകുന്നുണ്ട്. അത് തന്നെയാണ് വേട്. ഈ നോറയ്ക്കൊപ്പം അഭിഷേക് ശ്രീകുമാറുണ്ട്. എന്തിനാണെന്നുള്ളത് എനിക്കറിയില്ല. അഭിഷേകിൻ്റെയും ഒരു ടാർഗറ്റ് സിജോ ആണ് എന്ന് എനിക്ക് തോന്നുന്നു. മറ്റേ ഇടയ്ക്ക് ഓർമ്മ വരുന്ന സമയത്ത് പുള്ളി ഒരു ആൽഫ മൊയിലാണല്ലോ. കാട്ടുതീയൊക്കെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് അഭിഷേകിൻ്റെ ഒരു ഉദ്ദേശം. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ മറന്നുപോകും. പിന്നെ നന്ദനയുടെയൊക്കെ കൂടി ഗെയിമൊക്കെ കളിച്ച് അടിച്ചു പൊളിച്ചങ്ങ് പോകും. പാവം ഒരു ചെറുപ്പക്കാരൻ. അപ്പം അഭിഷേക് പറയുന്നുണ്ട്, ഇത് നിന്നെ പെടുത്താൻ വേണ്ടിയുള്ള ഒരു ഗെയിമാണ്. ഈ രതീഷും ജിൻഡോയും തമ്മിലുള്ള ഒരു കോംബോ അവിടെ നൈസായിട്ട് പോകുന്നുണ്ട്. ജിൻഡോയ്ക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ രതീഷ് പാട്ടൊക്കെ പാടി എല്ലാവരും എൻ്റർടൈൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. രതീഷിനൊരു അവസരം കൊടുത്താൽ ചിലപ്പം രതീഷ് ഓവറാക്കി കളയും. പക്ഷേ രതീഷിനൊരു അവസരം കൊടുത്താൽ എങ്ങനെ ആയിരിക്കുമെന്ന് കാണാൻ എനിക്കൊരാഗ്രഹമുണ്ട്. ഇതിനുശേഷം പൂവാലൻ ആക്ടിവിറ്റി. കണ്ടസ്റ്റൻസിലെ പെൺകുട്ടികളെല്ലാം ഒരു റെട്രോ സ്റ്റൈലിലേക്ക് ഡ്രസ്സൊക്കെ ധരിച്ച് ഒരു കാലഘട്ടത്തിൻ്റെ ഒരു മറ്റേ കോളേജ് കുമാരികളായിട്ട് മാറുന്നു. ആൺകുട്ടികളൊക്കെ കുറച്ചും കൂടെ വേറൊരു മോഡൽ ഡ്രസ്സൊക്കെ ധരിച്ച് പൂവാലന്മാരായിട്ട് മാറുന്നു. അപ്പം ഗബ്രിക്കൊക്കെ പിന്നെ ജീവിച്ചാൽ മതി, അഭിനയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ശ്രീരേഖ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്. പക്ഷേ രസമുണ്ട് കേട്ടോ കാണാൻ. പിന്നെ അർജുൻ അടിപൊളിയായിട്ട് സ്കോർ ചെയ്യുന്നുണ്ട്. അർജുന് ഫുൾ ടൈം അതങ്ങ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. ഇതങ്ങ് ഊരി വെച്ച് കഴിയുമ്പോഴത്തേന് അർജുൻ പിന്നെയും മറ്റേ കാറ്റൂരി വിട്ട ബലൂൺ പോലെ എവിടെയെങ്കിലും പോയിരിക്കും. ഇതിൻ്റെ കൂടെ പറയേണ്ട ഒരു സംഗതിയുണ്ട്. ശ്രീതു കോംബോ ഒന്നുമല്ല കേട്ടോ. ശ്രീതു ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഇൻഡിവിജ്വലായിട്ട് ഗെയിം കളിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ശ്രീതു ഭയങ്കരമായിട്ട് ആക്റ്റീവായിട്ടുണ്ട്. ഭയങ്കര രസമുണ്ട് കാണാനായിട്ട്. പിന്നെ നല്ല രീതിയിൽ ക്രിഞ്ച് ഓവർലോഡ് ഉണ്ട്. ഏതായാലും അടുത്ത ഗെയിം വരികയാണ്. ക്യാപ്റ്റന് കൂടുതൽ പവറുകൾ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു ഗെയിമാണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പം ഓരോ ടീമിലും ഓരോ അതിഥി വരും. അപ്പോൾ അതിഥിയെ നന്നായിട്ട് കെയർ ചെയ്യണം. ഈ അതിഥിയുടെ ഹൃദയം പുറത്തൊരു ബലൂണിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ബലൂൺ പൊട്ടിക്കഴിഞ്ഞാൽ അതിഥി ചാവും. അപ്പോൾ അതിഥി ചാവാതെ നോക്കേണ്ടത് ഓരോ ടീമിൻ്റെയും ഉത്തരവാദിത്തമാണ്. അപ്പോൾ അതിഥിയുടെ പുറത്തുള്ള ബലൂൺ പൊട്ടിക്കാനായിട്ട് മറ്റ് ടീമുകൾ കഠിന പരിശ്രമം നടത്തും. അപ്പം ഓരോ ടീമിനെയും വിളിച്ച് കൺഫെഷൻ റൂമിൽ വിളിച്ചിട്ട് ഈ അതിഥി ഇങ്ങനെ കയ്യിൽ കൊടുത്തു വിടുകയാണ്. അതിഥി മറ്റേ ഒരു പഴംതുണി കൊണ്ടുണ്ടാക്കിയ ഒരു ബൊമ്മയാണ്. ആദ്യം വരുന്നത് പവർ ടീമാണ്. പവർ ടീമിൻ്റെ അതിഥിക്ക് റോളക്സ് എന്നൊക്കെ ഒരു പേരിട്ടിട്ട് പവർ ടീമുകാർ താങ്ങിയെടുത്തുകൊണ്ട് പോവുകയാണ്. റോളക്സിന് വയ്യ. റോളക്സിനെ 4 കാലം തൂക്കിയെടുത്തോണ്ടൊക്കെയാണ് പോകുന്നത്. റോളക്സ് ആണെങ്കിൽ അടിച്ച് പാമ്പായിട്ടൊക്കെ കിടക്കുന്നത് പോലെ കിടക്കുന്ന ഒരു സാധനം. ടണലിൻ്റെ അതിഥി എലിയാണ്. ഈ പേര് എലി എന്നാണെന്നുണ്ടെങ്കിൽ അവസാനം റോളക്സ് വീണു, എലി ജയിച്ചു. ഡെന്നിൻ്റെ അതിഥി ജാനു ആണ്. നെസ്റ്റിൻ്റെ അതിഥി ഇക്രു ആണ്. അതിഥി ചുമ്മാ പഴംതുണി പോലെ എടുത്തുകൊണ്ട് പോയിട്ട് കാര്യമില്ല. അതിഥിയെ നല്ല രീതിയിൽ കെയർ ചെയ്യണം. അതിന് സ്പെഷ്യൽ ഗിഫ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ ടീമപ്പ് ചെയ്ത് വേണമെങ്കിൽ കളിക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്ലാൻ ചെയ്ത് കളിക്കാം. ടീം പ്ലാനിങ് ഒക്കെ കാര്യമായിട്ട് നടക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ സൈഡ് ടീമൊക്കെ ആയിട്ട് പ്ലാനുണ്ട്. പക്ഷെ നന്ദന വന്നിട്ട് പണി കൊടുത്തിട്ട് പോയി. അപ്പം അങ്ങനെ ടീം പ്ലാനൊക്കെ ഉണ്ട്. ഇപ്പം ടീമിനകത്ത് തന്നെ ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ ജാസ്മിൻ, ജിൻഡോ, ശ്രീതുവിൻ്റെ ഒക്കെ ഒരു ടീമിൽ ജിൻഡോ പറയുന്നത് ചിന്തിച്ചിട്ടൊന്നുമല്ല.
ജിൻഡോയുടെ ഒരു ഗെയിമാണ് പറയുന്നത്. ജിൻഡോയ്ക്ക് പവർ വേണം, ക്യാപ്റ്റൻ ആവണം, അങ്ങനെയൊക്കെയുള്ള ഒരൊറ്റ ഗെയിമാണ്. നല്ലതാണ്, ജാസ്മിൻ പറയുന്നുണ്ട് നല്ലതാണെന്നൊക്കെ. പക്ഷേ ജിൻഡോ ആരോപിക്കുന്ന ഒരു സംഗതിയുണ്ട്. ജാസ്മിൻ അതേപോലെ തന്നെ ശ്രീതു ഒക്കെ അർജുന് വേണ്ടിയും ഗബ്രിക്ക് വേണ്ടിയാണ് കളിക്കുന്നത്. ജിൻഡോ അത് പറയുന്ന സമയത്ത് നാട്ടുകാരുടെ മുമ്പിൽ ഒരു ഗെയിമിന് വേണ്ടി ചുമ്മാ കുത്തിരിപ്പിന് വേണ്ടി പറഞ്ഞാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അല്ലാതെ ഒരു ഗെയിമറായിട്ട് ഒബ്സർവ് ചെയ്ത് വിശ്വസിക്കുന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ ജിൻഡോ വൻ പരാജയമെന്ന് എനിക്ക് തോന്നും. ഈ ജാസ്മിനും അതേപോലെ തന്നെ നമ്മുടെ ജിൻഡോ, ശ്രീതു, അൻസിബയൊക്കെ കിച്ചൺ ടീമിലുണ്ട്. അപ്പോൾ അതുകൊണ്ടൊരു പ്രശ്നമുണ്ട്. ഈ അതിഥിയെ സൂക്ഷിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ കിച്ചണിലൊക്കെ അതിഥിയെ പൊക്കിക്കൊണ്ട് പോകുന്നുണ്ട്. നന്ദന അടിപൊളിയാണ്. നന്ദന കയറി വന്ന് അതിഥിയുടെ ഹൃദയം ഒരു സൂചി കൊണ്ടോ എന്തോ കൊണ്ടോ വെച്ച് പൊട്ടിച്ചു. ജാസ്മിൻ കലിപ്പായി. ജാസ്മിൻ തിരിച്ചു പൊട്ടിക്കാൻ ഓടിച്ചെന്നപ്പോഴത്തേന് ബസർ അടിച്ചു. പിന്നെ ജിൻഡോ ടീം പറഞ്ഞത് കേൾക്കാത്തത് കൊണ്ടൊരു അതൃപ്തിയുണ്ട്. ജിൻഡോ അപ്പോൾ വേറെ ആൾക്കാരുടെ പൊട്ടിക്കാനായിട്ടോ പുറത്തെങ്ങാണ്ട് പോയി നിൽക്കുകയായിരുന്നു. ശരിക്കും തൽക്കാലം ഈ ഒരു കിച്ചൺ ടീമൊക്കെ അല്ലേ, ജിൻഡോ അവിടെ ശരിക്കും ആ ഒരു അതിഥിക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടതായിരുന്നു. അപ്പോൾ ജിൻഡോ അവിടെ പ്രൊട്ടക്ഷൻ കൊടുക്കാത്തത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ടീമിന് വിരുദ്ധമായിട്ട് കളിച്ച പോലെയാണ് തോന്നുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല, ഈ ടീം പരിപാടി മൊത്തം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് സീസൺ 6 ഡയറക്ടറാണ്. സിജോ സ്മോക്കിംഗ് ഏരിയയിൽ ആ ഒരു കോർണർ ഉണ്ടല്ലോ, ആ ഒരു ബൂത്ത്, അതിനകത്താണ് ശരിക്കും ഇതിനെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്. അപ്പം അത് മോശമാണ് എന്നൊക്കെയുള്ള പറച്ചിലുകളുണ്ട്. ശരിക്കും രതീഷാണ് ഇത് നോക്കേണ്ടത്, ബിഗ് ബോസ് ആണ് അത് ഏൽപ്പിച്ചിരിക്കുന്നത്. ഞാൻ നോക്കിയിട്ട് അത് മോശം ഒന്നുമല്ല. റൂമെന്ന് പറയുമ്പോൾ ഒരു വാതിലുള്ള സെറ്റപ്പാണല്ലോ റൂം. ഇവർ അതിനെ ആ ഒരു കോർണറിൽ വെച്ചിട്ട് ഗാർഡായിട്ട് നിൽക്കുകയാണ്. പക്ഷേ അതിനകത്ത് കയറിയും പൊട്ടിക്കുന്നുണ്ട്. സായി ഒരു പരിപാടി നടത്തിയിരുന്നു. ഡെന്നിൻ്റെ കയ്യിൽ നിന്നിട്ട് പാവ എടുക്കാൻ വേണ്ടി കിച്ചണിൽ ഒരു ഡ്യൂട്ടി കൊടുത്ത് കാപ്പി ഇടുക. അപ്പോൾ കാപ്പി ഇട്ട് കഴിഞ്ഞപ്പോഴത്തേന് മറ്റേ ഗെയിം കഴിഞ്ഞല്ലോ, അപ്പം കാപ്പി വേണ്ട. അതുമായി ബന്ധപ്പെട്ട ഒരു വാക്ക് തർക്കം. അതിനകത്തൊന്നും വാക്ക് തർക്കത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. അവരുടെ പവർ ഉപയോഗിച്ചിട്ട് ചെയ്യുകയാണ്. അവസാനം നന്ദന ഇക്രുവിനെയും കൊന്നു. ടണലിൻ്റെ എലി മാത്രമാണ് അവസാനം പിടിച്ചു നിന്നത്. അപ്പോൾ റോളക്സും ഇക്രുവും ജാനും ഒക്കെ അടിച്ചു പോയി. ഫസ്റ്റ് ടണൽ ടീമാണ് 4 പോയിന്റുകൾ, സെക്കൻഡ് പവർ ടീമാണ് 3 പോയിന്റുകൾ, നെക്സ്റ്റ് മൂന്നാമത് 1 പോയിന്റ്, ഡെന്നിന് പോയിന്റുകളൊന്നുമില്ല. ഗെയിമിൻ്റെ ഇടയ്ക്ക് കിച്ചൺ പരിപാടികൾ നടക്കുന്നുണ്ട്. അവിടെ എല്ലാവർക്കും ഓംലെറ്റ് കൊടുത്തതിൻ്റെ ബാക്കി ഒരു പീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ശ്രീതു കൊടുക്കുന്നു. നെക്സ്റ്റ് ടീമിലുള്ള ആളുകളൊക്കെ കഴിക്കുന്നുണ്ട്. ശ്രീതുവിനോട് ഇത് കൊടുക്കരുത്, കഴിക്കരുത് എന്നൊക്കെ അവിടെ ശരണ്യ വിളിച്ച് പറയുന്നുണ്ട്. അവർ മറ്റേ ഗെയിമിൽ ആക്റ്റീവായിട്ട് നിൽക്കുകയാണല്ലോ. എന്നാലും ശ്രീതു അത് കൊടുത്തു. അപ്പോൾ അത് കൊടുത്തത് ഡിസ്റെസ്പെക്റ്റ് ആയിട്ട് അവർ നോക്കിക്കാണുന്നു. ശരണ്യക്ക് ഭയങ്കരമായിട്ട് കൊണ്ടു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു ശിക്ഷ കൊടുക്കൽ പരിപാടി അവിടെ ഉണ്ടായിരുന്നു. ആ ശിക്ഷ ചില്ലറ ശിക്ഷയൊന്നും ആയിരുന്നില്ല. ലൈറ്റ് അണയുന്നിടം വരെ പവർ ടീമിൻ്റെ റൂമിന് ഫ്രണ്ടിൽ നിന്ന് സല്യൂട്ട് അടിക്കുക. പവർ ടീമിനെ കാണുന്ന സമയത്ത് കഴിച്ച ആൾക്കാർ, കണ്ട ആൾക്കാർ, എല്ലാ ആൾക്കാർക്കും അത് അൺഫെയർ ആയിട്ട് തോന്നി. അപ്പോൾ ഗബ്രിയൊക്കെ പറയുന്നുണ്ട് അത് ടേസ്റ്റ് നോക്കുന്നതൊക്കെ സ്വാഭാവികമാണല്ലോ. ഇപ്പോൾ കഴിച്ചു കഴിഞ്ഞ സമയത്ത് ബാക്കി വരുന്നത് കഴിക്കുക, കുക്ക് ചെയ്യുന്ന ആൾക്കാർ കഴിക്കുന്നതിന് മുമ്പ് ടേസ്റ്റ് ചെയ്യുക, അതെല്ലാം പവർ ടീമിനോട് ചോദിച്ചിട്ടല്ലല്ലോ. പിന്നെ എന്തിനാണ് അങ്ങനെ ഒരു പണിഷ്മെന്റ് കൊടുക്കുന്നത്? ജിൻഡോ ഒക്കെ ആണെങ്കിൽ ലെഗ് പീസാണ് ടേസ്റ്റിന് വേണ്ടി എടുക്കുന്നതെന്നൊക്കെ ഗബ്രി ആരോപിക്കുകയുണ്ടായി. ഏതായാലും ആളുകളുടെ പ്രതിഷേധത്തെ കണക്കിലെടുത്തിട്ട് ശിക്ഷ ചുരുക്കുകയാണ്. സായി അത് അനൗൺസ് ചെയ്യുന്നു. അങ്ങനെ ഫുൾ ടൈം നിൽക്കണ്ട, ഒരു തവണ ഒന്ന് സല്യൂട്ട് അടിച്ചാൽ മതി എന്നുള്ളത്. ഏതായാലും ഗബ്രി നന്ദന എല്ലാം കൂടെ കൂടി ഈ സീസണിലെ ഒരു ഹോണ്ടഡ് സ്റ്റോറി ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ ബാത്റൂമിലെ ഇത് വ്യക്തമായിട്ട് ഞാൻ ഫുള്ള് കേട്ടില്ല, എപ്പിസോഡ് കേട്ടതേ ഉള്ളൂ. ബാത്റൂമിലെ ഒരു മിററിന് എന്തോ ഒരു എനർജി ഉണ്ട്. അപ്പം അങ്ങനെ എന്തോ ഉണ്ടെന്നൊക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് രസകരമായിട്ടുള്ള പേടിക്കൽ മുഹൂർത്തങ്ങളൊക്കെ ആയിരുന്നു. കഴിഞ്ഞ തവണ എന്തോ ഉണ്ടായിരുന്നല്ലോ, അതിൻ്റെ മൂലയ്ക്ക് പോയിരിക്കുന്ന ആൾക്കാർ എവിക്റ്റ് ആവുന്നു, അങ്ങനെ എന്തോ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഏതായാലും അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ട്. നന്ദി.